ഇടുക്കിയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വെച്ചെങ്കിലും കടുവ ഇപ്പോൾ ദൗത്യ സംഘത്തിന് നേർക്ക് ചാടി വീണു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. തേയിലക്കാട്ടിലാണ് കടുവയുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ദൗത്യ സംഘം. കടുവ ദൗത്യ സംഘത്തിന് നേർക്ക് ചാടി എന്ന് പറയുമ്പോൾ കടുവയെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടുവയെ പിടികൂടിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദൗത്യ സംഘം മയക്കുവെടി വെച്ച ശേഷം കടുവയെ പിടികൂടിയിരിക്കുന്നു. കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൽ തീരുമാനം പിന്നീടുണ്ടാകും. പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആലോചന. സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ കടുവയെ പിടികൂടിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് മയക്കുവെടി ഏറ്റ കടുവ ദൗത്യ സംഘത്തിന് നേർക്ക് ചാടിയല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലായിരുന്നു സ്മൃതി പരുത്തിക്കാട്. ഈ ദൗത്യ സംഘത്തിന് നേരെ ആദ്യം ചാടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും പിന്നീട് വല ഉപയോഗിച്ചുകൊണ്ട് ഈ കടുവയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അതിനുശേഷം കൊണ്ടുപോകുന്നതിന് ഈ മുമ്പായിട്ട് പ്രാഥമികമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മയക്കം വിടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രാഥമിക ചികിത്സ കടുവയ്ക്ക് നൽകേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ചേട്ടാ സ്മൃതി, ഈ കടുവയ്ക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കടുവയെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ്. റോഡിലേക്ക് കയറ്റി അവിടെ നിന്നും പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് സാധ്യത. ഇപ്പോൾ ഈ ആദ്യം കടുവ ആക്രമണം നടത്തിയ ലൈൻസിന് സമീപത്തു കൂടിയാണ് പുറത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അവിടേക്ക് കൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും കടുവയെ അവിടെ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റിയാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അവിടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്തായിരുന്നാലും കടുവയ്ക്ക് മയക്കുവെടി കിട്ടിയതിന് ശേഷം കടുവയെ ഇപ്പോൾ വലയിലാക്കി വനം വകുപ്പ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് ഈ കടുവയെ മയക്കുവെടി വെച്ച് ഇപ്പോൾ വലയിലാക്കി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും അത് വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. നമുക്ക് അവിടേക്ക് എത്തുന്നതിന്, അതായത് ഈ കടുവയെ എടുത്തേക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് അല്പം ദൂരം കൂടിയുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വളരെ വേഗത്തിൽ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിന് മുറിവേറ്റിട്ടുണ്ട് കടുവയ്ക്ക്. കടുവയുടെ ആരോഗ്യനില അല്പം മോശമാണ് എന്ന് കൂടിയാണ് ദൗത്യസംഘം പറയുന്നത്. മയക്കുവെടിയേറ്റ ശേഷം കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലയിട്ട് കടുവയെ പിടികൂടിയിരിക്കുന്നു. കടുവയെ ഇനി പുറത്തെത്തിക്കുകയാണ്. കാട്ടിലേക്ക് തുറന്നുവിടണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ആലോചനയുണ്ടാകും. ദൗത്യത്തിന് കൂടുതൽ സംഘമുണ്ട് അവിടെ. കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കാട്ടിലേക്ക് കടുവയെ വിടുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ കടുവ വലയിലായി കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോൾ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമങ്ങളാണോ പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലാണ് സ്മൃതി പരുത്തിക്കാട്. കടുവയെ ഡാറ്റ് ചെയ്തതിനു ശേഷം മയങ്ങിയെന്ന് ഉറപ്പുവരുത്തി ആദ്യം ദൗത്യസംഘത്തിന് നേരെ ചെറുതായൊന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും അവിടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ വലയിലാക്കി കടുവയെ പുറത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഈ നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് അതിനായിട്ട് സമീപത്ത് നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. കാരണം അതൊരു സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു നമ്മളോട്
മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നത്. നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് അവിടേക്ക് എത്തണം. എന്തായിരുന്നാലും വനംവകുപ്പ് ഇപ്പോൾ ഈ തേയിലക്കാട്ടിൽ നിന്നും കടുവയെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ വെച്ചൊരു പ്രാഥമിക നിരീക്ഷണം നടത്തിയതിനു ശേഷമാകും പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഈ ഡാറ്റിംഗ് നടത്തിയ സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രതികരിക്കാം. മയക്കുവെടി വെച്ച കടുവയെ വലയിട്ട് പിടിച്ച ശേഷം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ദൗത്യസംഘം കടുവയെ പിടികൂടി പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്.